നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ചടങ്ങുകൾക്ക് ശേഷമുള്ള ആദ്യ ദിവസം കാണിക്കയായി ലഭിച്ചത് 3 കോടിയിലധികം രൂപയാണെന്ന് ക്ഷേത്ര ട്രസ്റ്റ്. പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം 10 സംഭാവന കൗണ്ടറുകൾ തുറന്നതായും രാജജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര പറഞ്ഞു. ക്ഷേത്ര കൗണ്ടറുകൾ വഴി പണമായും ഓൺലൈൻ വഴിയുള്ള സംഭാവനയും 3 കോടി 17 ലക്ഷം രൂപയാണ് ചൊവ്വാഴ്ച ഒരു ദിവസം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ലഭിച്ചത്. 5 ലക്ഷത്തിലധികം ഭക്തരാണ് അന്നേ ദിവസം രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയത്. ബുധനാഴ്ചയും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെട്ടതെന്നും അനിൽ മിശ്ര പറയുന്നു. ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നും അനിൽ മിശ്ര പറഞ്ഞു. 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം 23-ാം തീയതി മുതലാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. അതികഠിനമായ തണുപ്പിനെ അവഗണിച്ചാണ് ഭക്തർ പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ക്യൂ സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഉത്തർപ്രദേശിന്റെ ക്രമസമാധാന ചുമതലയുള്ള DG പ്രശാന്ത് കുമാർ പറഞ്ഞു. ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തായി ഉയരുന്നത് പുതിയ 13 ക്ഷേത്രങ്ങളാണ്. രാമക്ഷേത്രത്തോട് ചേർന്ന 6 ക്ഷേത്രങ്ങളും സമീപത്തായി 7 ക്ഷേത്രങ്ങളും അയോധ്യയെ രാജ്യത്തെ ഏറ്റവും വലിയ ആസൂത്രിത ക്ഷേത്ര നഗരിയാക്കുകയാണ് UP സർക്കാരിന്റെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെയും ലക്ഷ്യം. UPയിലെത്തുന്ന വിനോദ ആധ്യാത്മിക സഞ്ചാരികൾ പ്രതിവർഷം 4 ലക്ഷം കോടി രൂപ ചിലവഴിക്കുമെന്നാണ് SBIയുടെ കണക്ക്. അയോധ്യയിൽ നിന്ന് മാത്രം പ്രതിവർഷം 25,000 കോടി രൂപ നികുതിയായി UP സർക്കാരിന് അടുത്ത വർഷം മുതൽ ലഭിക്കും. UPയുടെ ആകെ നികുതി വരുമാനത്തിന്റെ 10% അയോധ്യയിൽ നിന്നാകും. രാമക്ഷേത്രത്തിന് ചുറ്റുമായി 4 ദിക്കിലും ഗണപതി, ശിവൻ, സൂര്യൻ, ജഗദംബ, അന്നപൂർണ, ഹനുമാൻ തുടങ്ങിയ 6 ക്ഷേത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. സീതാരസോയ്ക്ക് സമീപമാണ് അന്നപൂർണ ക്ഷേത്രം നിർമ്മിക്കുക. ക്ഷേത്ര സമുച്ചയത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിക്കുന്ന 7 ക്ഷേത്രങ്ങൾ ഭഗവാൻ രാമനൊപ്പം ഉണ്ടായിരുന്നവരുടേതാണെന്നും വാൽമീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ശബരി, ജടായു തുടങ്ങിയ ക്ഷേത്രങ്ങളും ഇവിടെ ഉയരും. പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ രാജജന്മഭൂമിയിലേക്ക് ആരംഭിച്ച ഭക്തജനങ്ങളുടെ ഒഴുക്കിന് 3-ാം ദിനവും മാറ്റമില്ല. 3 ലക്ഷത്തോളം ഭക്തർ ഇന്നലെയും രാംലല്ലയെ തൊഴുതു. മക്കയെയും വത്തിക്കാനെയും തിരുപ്പതിയെയും സുവർണക്ഷേത്രത്തെയും മറികടക്കുന്ന ഭക്തജന പ്രവാഹമാണ് അയോധ്യയിൽ. മാർച്ച് വരെ കേന്ദ്രമന്ത്രിമാരും അയോധ്യയിലേക്ക് പോകരുതെന്ന് ഇന്നലത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. പരമാവധി രാമഭക്തർക്ക് ക്ഷേത്ര ദർശനം സാധ്യമാക്കാനും തിരക്ക് നിയന്ത്രിക്കാനുമാണിത്. പ്രതിവർഷം 90 ലക്ഷം വിശ്വാസികളാണ് വത്തിക്കാനിലെത്തുന്നത്. മക്കയിലെത്തുന്നത് 2 കോടി പേരും. സിഖ് പുണ്യക്ഷേത്രമായ സുവർണക്ഷേത്രം 3 മുതൽ 3.5 കോടി ആളുകൾ സന്ദർശിക്കുന്നു. തിരുപ്പതിയിൽ 4 കോടി ഭക്തരെത്തുന്നുണ്ട്. 5 കോടിയിലധികം ഭക്തരെയാണ് രാമക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം തന്നെ 10 ലക്ഷത്തോളം പേർ അയോധ്യയിലെത്തിയെന്നാണ് കണക്ക്. ഈ സംഖ്യ ഇനിയും ഉയരും. DGP പ്രശാന്ത് കുമാറിനെ ഭക്തരുടെ ദർശനം സുഗമമാക്കുന്നതിന് അയോധ്യയിലേക്ക് മുഖ്യമന്ത്രി അയച്ചു. ആദ്യ ദിവസം ഉണ്ടായതിന് സമാനമായ തിക്കും തിരക്കും ഒഴിവാക്കാൻ ഇതുവഴി സർക്കാരിനായി.